അമൃത, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിലെ ആദ്യ വാചകം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. സംസ്ഥാനത്ത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേൽ നിയന്ത്രണം സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തുന്നു എന്നുള്ള തരത്തിലുള്ള പ്രചരണം തീർത്തും അടിസ്ഥാനരഹിതമാണ്. അത്തരം ഒരു കാര്യങ്ങളിലേക്കൊന്നും സംസ്ഥാന സർക്കാർ ഒരിക്കലും കടക്കില്ല. അങ്ങനൊരു നീക്കം ഒരു തരത്തിലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിനകത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേര പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകബാങ്കും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഇടപാടിന്റെ ചില രേഖകൾ മാധ്യമങ്ങളിലൂടെ ധനകാര്യ സ്ഥാപനവും സംസ്ഥാന സർക്കാരും നടത്തിയ ഇടപാടുകളുടെ കത്ത് മാധ്യമങ്ങളുടെ അച്ചടിച്ച് പുറത്തു വന്നിരുന്നു. അപ്പോൾ എങ്ങനെ ഒരു ധനകാര്യ സ്ഥാപനവും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള അങ്ങനെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രേഖ എങ്ങനെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു? അത് ഒരു ധനകാര്യ സ്ഥാപനവും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഇടപാടുകൾക്കിടയിൽ ഒരു കളങ്കം വരുത്തുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് അത് സംഭവിച്ചത്. അതെങ്ങനെ പുറത്തു വന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കും. അതായത് കേര പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകബാങ്കും സംസ്ഥാന സർക്കാരും നടത്തിയ കത്തിടപാടുകൾ സംബന്ധിച്ചുള്ള കത്ത് പുറത്തു വന്ന കാര്യങ്ങളിൽ അന്വേഷണം ഉണ്ടാകും എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നുണ്ട്. അത് ഒരിക്കലും മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെയോ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണമായിരിക്കില്ല എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം ഉണ്ടാകുമെന്നുള്ള കാര്യം മുഖ്യമന്ത്രി ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് ലോകബാങ്കും സംസ്ഥാന സർക്കാരും തമ്മിൽ നടത്തിയ കത്തിടപാട് എങ്ങനെ പുറത്തു വന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് വീഴ്ചയുണ്ടായിട്ടുണ്ട് എങ്കിൽ അത് അന്വേഷണത്തിലൂടെ കണ്ടെത്തുക എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ടുള്ള നടപടിയാണ്. അത് സംസ്ഥാന സർക്കാർ ചെയ്യും. അതിനെ ഒരു മാധ്യമ വിരുദ്ധതയായിട്ട് ചിത്രീകരിക്കേണ്ട കാര്യമില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നുണ്ട്. കേര പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കത്ത് പുറത്തു വന്നതിന് പിന്നാലെ എങ്ങനെ ഈ കത്ത് പുറത്തു വന്നു, ഏത് ഉദ്യോഗസ്ഥനോടെയാണ് കത്ത് പുറത്തു വന്നത്, ആർക്കാണ് വീഴ്ച സംഭവിച്ചത്, മാധ്യമങ്ങളുടെ ഈ വാർത്ത നൽകിയ മാധ്യമപ്രവർത്തകർ ആരൊക്കെയാണ്, അപ്പോൾ ഈ മാധ്യമപ്രവർത്തകരെ എല്ലാം വിളിച്ചു വരുത്തി അവരിൽ നിന്ന് മൊഴിയെടുക്കും, അവർക്ക് വാർത്ത നൽകിയത് ആരാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സർക്കാർ ചോദിച്ചറിയും. അതിനുവേണ്ടി ചീഫ് സെക്രട്ടറി ചില ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നൊരു കാര്യമാണ് മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിലൂടെ പറയുന്നത്. അത് മാത്രവുമല്ല, നേരത്തെ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദുമായിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹവും പറയുന്നത് ഒരു തരത്തിലും മാധ്യമപ്രവർത്തകരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യാനോ മാധ്യമ സ്വാതന്ത്ര്യത്തിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള കടന്നുകയറ്റം നടത്താൻ കൃഷി വകുപ്പോ സംസ്ഥാന സർക്കാരോ തയ്യാറാകില്ല എന്ന് കൃഷിമന്ത്രി പി പ്രസാദും നേരത്തെ പറഞ്ഞിരുന്നു. നിലവിൽ 3 കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിക്കും. എങ്ങനെ രേഖ ചോർന്നു, ആരാണ് രേഖ ചോർത്ത് നൽകിയത്, ഇതിനകത്ത് ആർക്കെങ്കിലും എവിടെയെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, അപ്പോൾ അങ്ങനെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എങ്കിൽ അത് ധനകാര്യ സ്ഥാപനത്തെയും പ്രത്യേകിച്ച് കേരളത്തിലെ സംസ്ഥാന സർക്കാരിന്റെയും പ്രതിച്ഛായ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് അതിനകത്ത് അന്വേഷണം വേണമെന്ന് പറഞ്ഞത്. അതല്ലാതെ ഒരു തരത്തിലും മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമല്ല. മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേൽ ഒരിക്കലും സംസ്ഥാന സർക്കാർ കടന്നു കയറില്ല. മാധ്യമങ്ങൾക്ക് ഒരു തരത്തിലും നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സർക്കാരല്ല എന്നുകൂടി മുഖ്യമന്ത്രി സുവ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് മാത്രവുമല്ല, സംസ്ഥാന സർക്കാർ മാധ്യമങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകി മാധ്യമങ്ങളോട് ചേർന്നുകൊണ്ട് പോകണം എന്നുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് എന്നുകൂടി മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഒരു തരത്തിലും മാധ്യമ വിരുദ്ധത സർക്കാരിന്റെ മുഖമുദ്രയല്ല എന്നുകൂടി ഈ പശ്ചാത്തലത്തിൽ കേര പദ്ധതിയുടെ രേഖ ചോർന്നുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിലൂടെ പറയുന്നുണ്ട്. അതോടൊപ്പം എന്തായാലും കേര പദ്ധതിയുമായി ബന്ധപ്പെട്ടൊരു രേഖ പുറത്തു വന്നതിൽ അന്വേഷണം ഉണ്ടാകും എന്നുള്ള കാര്യങ്ങൾ കൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അത് മാധ്യമങ്ങൾക്ക് മേലായിരിക്കില്ല എന്നുകൂടി പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഒരുപക്ഷെ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വാർത്ത നൽകിയ മാധ്യമപ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും അന്വേഷണ പരിധിയിൽ വന്നേക്കാനുള്ള സാധ്യത കൂടി നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല. പക്ഷേ അത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമല്ല എന്നുള്ള ഒരു വിശദീകരണമാണ് വാർത്താക്കുറിപ്പിലൂടെ മുഖ്യമന്ത്രി പറയുന്നത്.